ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. കഴിഞ്ഞ ആഴ്ചയാണ് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ രാഷ്ട്രീയ വിഗ്രഹം ഉടഞ്ഞു വീണത്. ശുഭ്രവസ്ത്രധാരിയായ മാണി സാറിനു മേൽ ആരോപണങ്ങളുടെ ചെളി തെറിപ്പിച്ചുകൊണ്ട് ഡോക്ടർ ബിജു രമേശ് രംഗത്ത് വന്നതോടെയാണ് ഒരു വലിയ രാഷ്ട്രീയ വിഗ്രഹം, 50 വർഷം പഴക്കമുള്ള രാഷ്ട്രീയ വിഗ്രഹം ഉടഞ്ഞു വീണത്. ആ കോഴ വിവാദം തന്നെ, ബാർക്കോഴ എന്നാണ് അതിന് നൽകിയിരിക്കുന്ന ഓമന പേര് പത്രലോകം. ആ ബാർക്കോഴ ഇന്നും ഇപ്പോഴും വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നു. ദേശാഭിമാനിയുടെ ലീഡ് വാർത്ത ബാർക്കോഴയെ സംബന്ധിച്ച വാർത്തയാണ് കാണുക. ബാർക്കോഴ പ്രത്യേക സംഘം അന്വേഷിക്കണം എന്ന് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തി ഇന്നലെ പറഞ്ഞ കാര്യമാണ് ദേശാഭിമാനി എന്ന CPMൻ്റെ മുഖപത്രം ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത്. ബാർക്കോഴ അന്വേഷിക്കണം, പ്രത്യേക സംഘമാണ് അന്വേഷിക്കേണ്ടത്. ഇടതുപക്ഷത്തിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ടായിരുന്നു. BSന് ഒരു അഭിപ്രായം, മറ്റ് ചില അഭിപ്രായങ്ങൾ മറ്റുള്ളവർക്ക്, അതുപോലെ CPIക്ക് ഒരു അഭിപ്രായം, CPMന് വ്യത്യസ്ത അഭിപ്രായം. ഇതിൻ്റെയൊക്കെ പരിഹാരത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ CPMനെ സംബന്ധിച്ച് ഇനി ഒരൊറ്റ അഭിപ്രായമേ ഉള്ളൂ. BSന് പോലും അതുമാത്രമേ കരണീയമായുള്ളൂ. അത് പ്രത്യേക സംഘം അന്വേഷിക്കണം എന്നതാണ്. രാഷ്ട്രീയ ലേഖകൻ ആ വാർത്ത തരുന്നത് ഇങ്ങനെ: ബാർക്കോഴ ഇടപാട് പ്രത്യേക പോലീസ് അന്വേഷണ സംഘം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ആരോപണ വിധേയനായ ധനമന്ത്രി KM മാണി രാജിവെക്കണം. CBI, വിജിലൻസ്, ജുഡീഷ്യൽ അന്വേഷണങ്ങൾ സ്വീകാര്യമല്ല എന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തി. ഫലപ്രദമായ അന്വേഷണത്തിനാണ് പ്രത്യേക അന്വേഷണ സംഘം വേണമെന്ന് പാർട്ടി നിർദ്ദേശിക്കുന്നത് എന്നുകൂടി പിണറായി വിജയൻ പറഞ്ഞതായാണ് ദേശാഭിമാനി പറയുന്നത്. KM മാണി രാജിവെക്കണം. മുഖ്യമന്ത്രിയും എക്സൈസ് മന്ത്രിയും അന്വേഷണത്തെ നേരിടണം. ആവശ്യമെങ്കിൽ തങ്ങൾ കോടതിയെ സമീപിക്കും എന്നും പിണറായി. പാർട്ടിയുടേത് കൂട്ടായ നിലപാടാണ്, ഇനി ഒറ്റയാൻ നിലപാടുകൾ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്നും പിണറായി വിജയൻ പറഞ്ഞു. മറ്റൊരു ഗൗരവതരമായ കാര്യം കൂടി പിണറായി വിജയൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഉപജാപ സർക്കാരിന് തങ്ങൾ ഇല്ല. പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ പലപ്പോഴും നടക്കുന്ന ഉപജാപ സർക്കാരുണ്ടല്ലോ, അതിന് തങ്ങളില്ല എന്ന് പറയുമ്പോൾ KM മാണിയുമായി ഒരു അവിശുദ്ധ സഖ്യം CPM ഉണ്ടാക്കുന്നു എന്ന ആക്ഷേപത്തിന് മറുപടി പറയുകയായിരുന്നു പിണറായി വിജയൻ. അതിങ്ങനെ: പാർലമെൻ്ററി ഉപജാപത്തിലൂടെ സർക്കാർ ഉണ്ടാക്കാനുള്ള തെറ്റായ ഒരു നിലപാടും CPIM വെച്ച് പുലർത്തുന്നില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. കേരള കോൺഗ്രസ് എമ്മിനെ കൂട്ടി ബദൽ സർക്കാർ ഉണ്ടാക്കാൻ LDF നീക്കമുണ്ടോ എന്ന ലേഖകരുടെ ചോദ്യത്തിന് മറുപടി പറയുകയാണ് പിണറായി ഇപ്രകാരം പ്രതിവചിച്ചത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. അന്വേഷണ കാര്യത്തിൽ CPMൽ 2 തട്ടുകൾ ഉണ്ടായിരുന്നു. ആരന്വേഷിക്കണം, ഏത് ഏജൻസിയാണ് അന്വേഷിക്കേണ്ടത്? VS അച്യുതാനന്ദൻ പറയുന്നു CBI. മറ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പറഞ്ഞത് CBI ആവശ്യമില്ല, പ്രത്യേക അന്വേഷണ സംഘം വേണം, അതും കോടതിയുടെ മേൽനോട്ടത്തിൽ വേണം. ആ വാർത്തയും വീക്ഷണവും പേജിൽ മാതൃഭൂമി തരുന്നത് കാണുക. അന്വേഷണ കാര്യത്തിൽ CPMും CPIയും 2 തട്ടിൽ. LDF യോഗം തിങ്കളാഴ്ച കൂടുന്ന LDF യോഗത്തിൽ അന്ത്യ തീരുമാനമുണ്ടാകും. ആ വാർത്ത മാതൃഭൂമി തരുന്നത് ഇങ്ങനെ: ബാർക്കോഴ വിവാദത്തിൽ ഉൾപ്പെട്ട മന്ത്രി KM മാണിയെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും സംഭവത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ആവശ്യപ്പെട്ടു. ബാർക്കോഴ വിവാദത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണമാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും തിങ്കളാഴ്ച ചേരുന്ന LDFൻ്റെ യോഗം ഇക്കാര്യം തീരുമാനിക്കും എന്നാണ് മാതൃഭൂമി ഈ വാർത്തയിലൂടെ നമ്മോട് പറയുന്നത്. ഗൂഢാലോചന നടന്നു KM മാണിക്കെതിരെ. നടത്തിയവരാര്? അതേ സംബന്ധിച്ച് തർക്കങ്ങളുണ്ട്. ഏതായാലും ഡോക്ടർ ബിജു രമേശ് ഗൂഢാലോചന നടത്തി എന്ന് കേരള കോൺഗ്രസിൻ്റെ നേതൃയോഗം, ഇന്നലെ കൂടിയ നേതൃയോഗം പോലും പറയുന്നില്ല. പിന്നെ ആരാണ് അത്? അത്യുന്നതനായൊരു നേതാവാണ്. കേരള കോൺഗ്രസിന് പുറത്തുള്ള അത്യുന്നതനായ നേതാവ് എന്ന് PC ജോർജ് പറയുമ്പോൾ അദ്ദേഹം വ്യക്തമായും വിരൽ ചൂണ്ടുന്നത് ഉമ്മൻചാണ്ടിക്കെതിരെ തന്നെയാണ്. അദ്ദേഹം അത് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്തത്. ഏതായാലും ഇന്നലെ ചേർന്ന കേരള കോൺഗ്രസിൻ്റെ ഉന്നതാധികാര യോഗമുണ്ടല്ലോ, ആ യോഗത്തിന് ശേഷം എന്താണ് സംഭവിക്കുക? KM മാണി രാജിവെക്കുമോ? PJ ജോസഫ് രാജിവെക്കുമോ? ചീഫ് വിപ്പ് സ്ഥാനം PC ജോർജ് രാജിവെക്കുമോ? പിന്തുണ പുറമേക്ക് ആകുമോ എന്നൊക്കെയുള്ള തർക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒരു തർക്കവുമില്ലാതെ ഇന്നലെ ജന്മഭൂമി അതിൻ്റെ അവസാന പുറത്ത് പറഞ്ഞു, കരഞ്ഞും പേർത്തും കാലുപിടിച്ചും ഒക്കെ
അവരുടെ വിക്ഷോഭം കേരള കോൺഗ്രസ് ഒതുക്കി തീർക്കും. അതിനപ്പുറം ഗൗരവതരമായ ഒരു നിലപാടും ആ പാവം പാർട്ടിയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കേണ്ട എന്ന് ഇന്നലെ ജന്മഭൂമി നിരീക്ഷിച്ചത് മാതിരി തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു. കോഴ ആരോപണം ഗൂഢാലോചന പാർട്ടി തലത്തിൽ അന്വേഷിക്കാൻ കേരള കോൺഗ്രസ് തീരുമാനം. മാതൃഭൂമിയുടെ 1-ാം പേജ് വാർത്തയാണ്. കേരള കോൺഗ്രസ് തീരുമാനിച്ചത് രാജിവെക്കാനല്ല, മറിച്ച് ഗൂഢാലോചന പാർട്ടി തലത്തിൽ അന്വേഷിക്കും. KM മാണിക്കെതിരായ ആരോപണം ഉയർന്നതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ച് പാർട്ടി തലത്തിൽ അന്വേഷിക്കാൻ കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗം തീരുമാനിച്ചു. ആരോപണം ഉന്നയിച്ച ബിജു രമേശിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനും യോഗം തീരുമാനിച്ചു. ഇതിൻ്റെ ആദ്യപടിയായി വക്കീൽ നോട്ടീസ് അയക്കും. പാർട്ടിക്ക് ഉപരിയായി പാർട്ടിക്ക് പുറത്ത് ആരെങ്കിലും ഗൂഢാലോചന നടത്തിയെങ്കിൽ പാർട്ടി സമിതിക്ക് അതെങ്ങനെ അന്വേഷിക്കാനാവും? ഇനി PC ജോർജ് പറയുന്നത് മാതിരി ഉമ്മൻചാണ്ടിയാണ് ഗൂഢാലോചന നടത്തിയതെങ്കിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഉമ്മൻചാണ്ടിയെ വിളിച്ചു വരുത്തി തെളിവെടുക്കാനൊന്നുമുള്ള യാതൊരു സംഘടനാപരമായ കാര്യവും കേരള കോൺഗ്രസിനില്ല. അപ്പോൾ വെറുതെ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു, അതേ സംബന്ധിച്ച് അന്വേഷിക്കും എന്നൊക്കെ മേനി പറയാമെന്നല്ലാതെ കരഞ്ഞും വിളിച്ചും തലയ്ക്ക് കൈവച്ചും ഇരിക്കാം ഈ 15 വിദ്വാൻമാർക്ക് എന്നല്ലാതെ മറ്റൊന്നും ഈ കാര്യത്തിലില്ല എന്നാണ് ഈ വാർത്ത നമ്മോട് പറയാതെ പറയുന്നത്. KM മാണി മാത്രമല്ല സംഭാവനയോ കോഴയോ വാങ്ങിയത്, മറിച്ച് 7 പേർ 7 പ്രമുഖർ വാങ്ങിയിട്ടുണ്ട്. ആകെ വാങ്ങിയ തുക 20 കോടി. 15 ലക്ഷം രൂപ മുതൽ 5 കോടി രൂപ വരെ MLA-മാർ മുതൽ മന്ത്രിമാർ വരെ വാങ്ങിയിട്ടുണ്ട് എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നിരുന്നു. ഇന്നും UDF-ന് ഒരു ദുർദിനമാണ്. ഇന്ന് രാവിലെ 10:30 മണിക്കാണ് ബാർ ഉടമകളുടെ യോഗം ഡോക്ടർ ബിജു രമേശിൻ്റെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ ചേരാനിരിക്കുന്നത്. എല്ലാ വിവരവും വിളിച്ചു പറയും എന്നാണ് ഇതുവരെയുള്ള വിവരത്തിൽ ബിജു രമേശ് അവകാശപ്പെട്ടിരിക്കുന്നത്. ആ വാർത്ത മംഗളം 1-ാം പുറത്ത് തരുന്നത് കാണുക. സംഭാവന വാങ്ങിയത് 7 പേർ. ആ 7 പേർ ആരൊക്കെയാണ് എന്ന് ഇന്ന് ബാറുടമകളുടെ യോഗം വെളിപ്പെടുത്തും. സരിതാ നായർ സംസാരിച്ചാൽ മൂക്ക് തെറിക്കും ഉമ്മൻചാണ്ടി മന്ത്രിസഭയ്ക്ക്. അതുമാത്രമല്ല, സരിതാ നായർ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ കണ്ണൂരിലെ MLA പിന്നെ വെളിച്ചം കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ നമുക്കറിയാം. അങ്ങനെ അഴിമതിക്കാരായ, ഒരുപക്ഷെ അഴിമതിക്കാരനേക്കാൾ ഹീനരായ ആളുകൾ സംസാരിച്ചാൽ തെറിക്കുന്നതാണ് ഉമ്മൻചാണ്ടിയുടെ മൂക്ക് എന്ന മന്ത്രിസഭ. ആ സാഹചര്യത്തിൽ ഇന്ന് ബാറുടമകൾ പറയാൻ പോകുന്നു 7 പേരുകൾ എന്ന് ഇപ്പോൾ നിരീക്ഷിക്കാം. പക്ഷേ അതിനു മുമ്പ് എല്ലാം മൂടിക്കെട്ടപ്പെടുമോ എന്നത് മറ്റൊരു കാര്യം. ഏതായാലും ബാറുടമകളുടെ യോഗം ചേരുന്ന ഇന്ന് രാവിലെ 10:30 മുതൽ വാർത്താ വിഭവങ്ങളുടെ അതിപ്രവാഹമായിരിക്കും ദൃശ്യമാധ്യമ ചാനലുകളിൽ നാം കാണാൻ പോകുന്നത്. വിശദാംശങ്ങൾ മംഗളം തരുന്നത് കാണുക. സംഭാവന വാങ്ങിയത് 7 പേർ ആരൊക്കെയെന്ന് ഇന്ന് വെളിപ്പെടുത്തും. ബാർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ബാർ ഉടമകളിൽ നിന്ന് സംഭാവന വാങ്ങിയത് 7 പേർ. തുക കൈപ്പറ്റിയ 7 പേരിൽ ആരുടെയൊക്കെ പേര് പുറത്തുവിടണമെന്ന് ബാർ ഉടമകൾ ഇന്ന് ചേരുന്ന യോഗത്തിൽ തീരുമാനിക്കും. ധനമന്ത്രി KM മാണിക്ക് 1 കോടി രൂപ നൽകിയെന്ന ബാർ ഹോട്ടൽ അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ഡോക്ടർ ബിജു രമേശിൻ്റെ ആരോപണം കേരള രാഷ്ട്രീയത്തിൽ വൻ കോളിളക്കം സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് 7 പേർ പണം കൈപ്പറ്റിയെന്ന് സൂചന പുറത്തു വരുന്നത്. 10:30 മണിക്ക് ചേരുന്ന യോഗത്തിന് വലിയ വിവാദ സാധ്യതയുള്ളതിനാൽ വലിയ നിലവാരത്തിലുള്ള മാധ്യമ കവറേജ് അതിന് ലഭിക്കും എന്ന് ഉറപ്പ്. ആരോപണത്തിന് പിന്നിൽ ആരാണ്? KM മാണിയുടെ ശുഭ്രവസ്ത്രത്തിൽ ചെറുതെളിപ്പിച്ച UDF നേതാവ് ആരാണ്? അതേ സംബന്ധിച്ച് PC ജോർജ് പറയുന്നത് കാണുക. ദേശാഭിമാനിയുടെ പൊതുവാർത്താ പേജ് അതിങ്ങനെ തരുന്നു. ആരോപണത്തിന് പിന്നിൽ മാണിയേക്കാൾ ശക്തൻ PC ജോർജ്. ബാർക്കോഴ വിവാദത്തിന് പിന്നിൽ KM മാണിയേക്കാൾ ശക്തനായ വ്യക്തിയോ കേരള കോൺഗ്രസിനേക്കാൾ ശക്തമായ പാർട്ടിയോ ആണ് എന്ന് സർക്കാർ ചീഫ് വിപ്പ് PC ജോർജ് അതെല്ലാവർക്കും മനസ്സിലാക്കാമെന്നും ജോർജ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. LDF-ലേക്ക് പോകുന്നതിനെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല. മന്ത്രിസഭയിൽ നിന്ന് മാണി വിട്ടുനിൽക്കുന്ന കാര്യം പാർട്ടി അജണ്ടയിലില്ല എന്ന് PC ജോർജ് പറയുമ്പോൾ മാണിയേക്കാൾ ശക്തനായ ഏക UDF നേതാവ് ഇപ്പോൾ ഉമ്മൻചാണ്ടി മാത്രമാണ് എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഇന്ന് ബാറുടമകളുടെ യോഗമാണെന്ന് പറഞ്ഞല്ലോ. ആ യോഗത്തിൻ്റെ വിശദാംശങ്ങളും ഇന്ന് ദേശാഭിമാനി പൊതുവാർത്താ പേജിൽ തന്നിരിക്കുന്നു. അതിങ്ങനെയാണ്. ധനമന്ത്രി KM മാണിക്ക് 1 കോടി രൂപ കോഴ കൊടുത്തു എന്ന അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് ബിജു രമേശിൻ്റെ വെളിപ്പെടുത്തൽ
അസോസിയേഷൻ ഉറച്ചു നിൽക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മറ്റ് മന്ത്രിമാർക്കടക്കം നൽകിയ കോഴ സംബന്ധിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾക്കും എക്സിക്യൂട്ടീവ് തയ്യാറാകുമെന്നാണ് സൂചന. വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കേണ്ട നിയമ നടപടികളെക്കുറിച്ചും യോഗം ചർച്ച ചെയ്യും. അസോസിയേഷൻ ഭാരവാഹികൾ ഇന്നലെ രാത്രി യോഗം ചേർന്നിരുന്നു. ഇന്ന് നടക്കുന്ന യോഗത്തിൽ പേരുകൾ പ്രഖ്യാപിക്കപ്പെടും എന്ന് നേരത്തെ മംഗളം സൂചിപ്പിച്ചത് മാതിരി തന്നെ ദേശാഭിമാനിയും വാർത്ത പുറത്തേക്ക് വിട്ടിരിക്കുന്നു. കോഴക്കാശ് മാണി വാങ്ങിയോ ഇല്ലയോ എന്നതല്ല, കോഴക്കാശ് മാണി വാങ്ങി എന്ന കാര്യത്തിൽ ജന്മഭൂമിക്ക് തർക്കമൊന്നുമില്ല. അങ്ങനെ വാങ്ങിയ കോഴക്കാശ് മാണി എന്ത് ചെയ്തു? അതുവരെ കണ്ടെത്തിയിരിക്കുന്നു ജന്മഭൂമി എന്ന പത്രം. അതിൻ്റെ ഒന്നാം പുറത്ത് മാണി സാറിൻ്റെ ചിത്രമടക്കം ഒരു വാർത്ത വന്നിരിക്കുന്നത് കാണുക. പാർട്ടി ഉന്നതാധികാര സമിതിയിലും ചർച്ച, സമൂഹ വിവാഹം ബാർ കോഴ കൊണ്ടാണ്. ബാറുകാർ നൽകിയ 1 കോടി രൂപയുണ്ടല്ലോ, അതുകൊണ്ടാണ് സമൂഹ വിവാഹം നടത്തിയത് എന്ന് KV വിഷ്ണു നിരീക്ഷിക്കുന്നു. അതിങ്ങനെ: കേരള കോൺഗ്രസ് സുവർണ ജൂബിലി ആഘോഷത്തോടൊപ്പം നടത്തിയ സമൂഹ വിവാഹം ബാർ കോഴയുടെ പണം കൊണ്ടാണ് എന്ന ആരോപണം. പാർട്ടി കോൺഗ്രസ് പൊലിപ്പിച്ചത് ബാർ കോഴ കൊണ്ടാണ്. അങ്ങനെ ഏതൊക്കെ തരത്തിലാണ് ബാറിൽ നിന്ന് വാങ്ങിയ കോഴ മാണി സാർ ചിലവഴിച്ചത് എന്നുകൂടി ജന്മഭൂമി പറയുന്നു. അതുകൊണ്ടും തീർന്നില്ല. ജന്മഭൂമി 1-ാം പേജിലെ മറ്റൊരു വാർത്തയിൽ എന്ന് പറയുന്നത്, മാണിക്ക് മന്ത്രിസഭ പിന്തുണ. അങ്ങനെ പിന്തുണയ്ക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്, വലിയ കോടതി വ്യവഹാരത്തിലേക്ക് അത് നീങ്ങിയേക്കാം എന്ന് ജന്മഭൂമി പറയുന്നു. അതിങ്ങനെ: വിജിലൻസ് അന്വേഷണം നേരിടുന്ന KM മാണിക്ക് പിന്തുണ പ്രഖ്യാപിച്ച മന്ത്രിസഭാ യോഗ തീരുമാനം വിവാദമാകുന്നു. ഭരണഘടനാപരമായ അനൗചിത്യമാണ് ഇതെന്ന് നിയമപണ്ഡിതർ വ്യക്തമാക്കുന്നു. അന്വേഷണം നേരിടുന്ന മന്ത്രിമാർ മാറി നിൽക്കുന്നതാണ് കീഴ്വഴക്കം. ഇവിടെ രാജിവെക്കുന്നില്ല എന്ന് മാത്രമല്ല, മാണി കുറ്റക്കാരനല്ല എന്ന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. ഏത് മന്ത്രിസഭയാണോ മാണിക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്, അതേ മന്ത്രിസഭ തന്നെ മാണിക്ക് പൂർണ്ണ പിന്തുണ നൽകി ഭരണഘടനാ വിരുദ്ധത പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നും ജന്മഭൂമി ഇന്ന് അതിൻ്റെ 1-ാം പുറത്തിലൂടെ നിരീക്ഷിക്കുന്നു. ബാർ അഴിമതി തെളിഞ്ഞാൽ നടപടിയെടുത്ത് താൻ എല്ലാവരെയും മൂക്കുകുത്തിച്ച് കളയും എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു നേതാവുണ്ട്, സുധീരൻ. അദ്ദേഹത്തിന് കോൺഗ്രസിൽ ഇപ്പോൾ എന്ത് സ്ഥാനമാണ് ഉള്ളതെന്ന് പറയാനാവില്ല. കാരണം ഉമ്മൻചാണ്ടി എടുത്തു കൊടുത്ത ഒരു കൊടിയുമായി വടക്ക് നിന്ന് തിരിച്ചിട്ടുണ്ട് ഈ വിരുദ്ധൻ. അദ്ദേഹം പറയുന്നത് കാണുക: ബാർ അഴിമതി തെളിഞ്ഞാൽ നടപടിയെന്ന് സുധീരൻ. അഴിമതി തെളിഞ്ഞാൽ പിന്നെ നടപടിയല്ലാതെ മറ്റെന്താണുള്ളത്? അഴിമതിക്ക് വിധേയനായ ഒരാൾ, അഴിമതിക്ക് ആക്ഷേപിക്കപ്പെട്ടയാളോട് താൽക്കാലികമായി മാറി നിൽക്കൂ അധികാരത്തിൽ നിന്ന് എന്ന് പറയാനുള്ള ആർജവമില്ലാത്ത നേതാവ് കൊടിയുമായി നടന്നുകൊണ്ട് നമ്മോട് പറയുക ബാർ വിവാദം തെളിഞ്ഞാൽ, അഴിമതി തെളിഞ്ഞാൽ നടപടി എന്ന്. അഴിമതി തെളിഞ്ഞാൽ നടപടി എടുക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഔദാര്യമൊന്നുമല്ലല്ലോ. ഇക്കാര്യത്തിൽ നമുക്കൊരു മുൻ അനുഭവമുണ്ട്. PJ ജോസഫിനെതിരെ ഒരു പെൺ കേസ് വന്നപ്പോൾ വിമാനത്തിൽ വെച്ച് സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന, അപ്പോൾ തന്നെ 24 മണിക്കൂറിനകം അദ്ദേഹത്തെ രാജിവെപ്പിക്കാൻ കഴിഞ്ഞു മുഖ്യമന്ത്രി അച്യുതാനന്ദന്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന കുരുവിളയുണ്ടല്ലോ, കുരുവിള മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത് എങ്ങനെയാണ്? അദ്ദേഹത്തിനെതിരെ ഒരു ഭൂമി ഇടപാട് കേസ് ഉന്നയിക്കപ്പെട്ടപ്പോൾ രാജി എഴുതി വാങ്ങി ആർജവമുള്ള മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയുമില്ല, അങ്ങനെ ഒരു KPCC പ്രസിഡൻറ്റും ഇപ്പോൾ കേരളത്തിലില്ല. അതുകൊണ്ട് KPCC പ്രസിഡന്റ് വിലാപം പോലെ പറയുകയാണ് അഴിമതി തെളിഞ്ഞാൽ നടപടി എന്ന്. തെളിഞ്ഞാൽ നടപടി വരും, അത് ഇദ്ദേഹത്തിൻ്റെ ഔദാര്യമൊന്നും വേണ്ട. ഏതായാലും ആ തമാശ വാർത്ത മനോരമ ഇങ്ങനെ തരുന്നു കാണുക: ബാർ വിഷയത്തിൽ അഴിമതി ഉണ്ടെന്ന് തെളിഞ്ഞാൽ നടപടിയെടുക്കാൻ മടിക്കില്ല എന്ന് KPCC അധ്യക്ഷൻ. നടപടിയെടുക്കാൻ KPCC അധ്യക്ഷൻ ആരാണ്? മാണിക്കെതിരെ കേസ് തെളിഞ്ഞാൽ നടപടിയെടുക്കേണ്ടത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടി എടുത്തു കൊടുത്തൊരു കൊടിയുമായി ഇങ്ങനെ നടക്കുകയാണ് ഒരാൾ വടക്ക് നിന്ന്. ഇവിടെ എത്തുമ്പോഴേക്കും അയാളും അയാളുടെ അഭിപ്രായങ്ങളും വിസ്മൃതമാകും എന്നതാണ് സത്യം. വടക്ക് നിന്ന് കൊടിയുമായി വരുന്നൊരാൾക്ക് കൗതുകകരമായൊരു സ്വീകരണം കാഞ്ഞങ്ങാട് ലഭിച്ച കാര്യം മംഗളം പത്രം കണ്ണാടിപ്പുറത്ത് തരുന്നു കാണുക. പൂട്ടിയ ബാറിന് മുമ്പിൽ സുധീരന് സ്വീകരണ വേദി. KPCC പ്രസിഡന്റ് VM സുധീരൻ നയിക്കുന്ന ജനപക്ഷയാത്രയ്ക്ക് പൂട്ടിയ ബാറിന് മുന്നിൽ സ്വീകരണം നൽകിയത് കൗതുകമായി. ജാഥയുടെ 2-ാം ദിവസമായ ഇന്നലെ കാഞ്ഞങ്ങാട്ട് നൽകിയ സ്വീകരണത്തിലാണ് പൂട്ടിയ ബാറിന് മുന്നിൽ വേദി ഒരുക്കിയത് എന്ന് മംഗളം പറയുമ്പോൾ, ആ വാർത്തയ്ക്ക് തൊട്ട് മുന്നിൽ ഒരു ആത്മഹത്യാ വാർത്ത കൂടി മംഗളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
VM സുധീരൻ കൊടിപേറി വരുന്ന VM സുധീരനുണ്ടല്ലോ, അദ്ദേഹം ആ വാർത്ത കാണേണ്ടതാണ്. കാണുക. പൂട്ടിയ ബാറിലെ ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു. പൂട്ടിയ ബാറിന് മുന്നിൽ സ്വീകരണം ഏറ്റുവാങ്ങുമ്പോൾ ഒരു ആത്മഹത്യയുടെ വിലാപ വാർത്ത കൂടി അദ്ദേഹം വായിക്കേണ്ടതുണ്ട്. അതിങ്ങനെ: പൂട്ടിയ ബാറിലെ ജീവനക്കാരൻ തൂങ്ങി മരിച്ച നിലയിൽ. മലപ്പുറം അങ്ങാടിപ്പുറം സ്വദേശി അല്ലക്കാട് പറമ്പിൽ സുരേഷാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം ലോഡ്ജിൽ തൂങ്ങി മരിച്ചത് എന്നുകൂടി അറിയണം VM സുധീരൻ. ബാറുമായി ബന്ധിപ്പിച്ച വാർത്തകൾ ഇങ്ങനെയൊക്കെയാണ് വ്യത്യസ്ത പത്രങ്ങൾ ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത്. കേന്ദ്രമന്ത്രിസഭയിലെ ധനമന്ത്രി ജെയ്റ്റ്ലി വളരെ വിചിത്രമായ, ഒരുപക്ഷെ BJP മന്ത്രിസഭയ്ക്ക് തികച്ചും ചേരുന്ന ചില നയപ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹിന്ദു എന്ന പത്രം അത് ലീഡ് വാർത്തയാക്കി തന്നിട്ടുണ്ട്. ഇന്നലെ ദില്ലിയിൽ വേൾഡ് ഇക്കണോമിക് ഫോറം സംഘടിപ്പിച്ച ഇന്ത്യ സാമ്പത്തിക ഉച്ചകോടിയിൽ ധനമന്ത്രി ജെയ്റ്റ്ലി പ്രസംഗിക്കുകയുണ്ടായി. ആ പ്രസംഗത്തിൻ്റെ വിശദ വിവരങ്ങൾ ഇന്ന് ഹിന്ദു എന്ന പത്രം ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു. PSU സെയിൽ ലേബർ റിഫോംസ് കമ്മിങ്. നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുക എന്നത് പഴയ UPA സർക്കാരിൻ്റെ ഒരു ദുർനയമായിരുന്നു. ആ നയം തന്നെയാണ് BJPയും പിന്തുടരാൻ പോകുന്നത്. നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടർന്നും വിറ്റഴിക്കും എന്ന് ജെയ്റ്റ്ലി പറഞ്ഞു. അതുകൊണ്ടും തീർന്നില്ല. ഭൂമി ഏറ്റെടുക്കുന്നതിന് വ്യാവസായിക ആവശ്യങ്ങൾക്ക് കൃഷിഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ എളുപ്പമാക്കാൻ പുതിയ മാർഗങ്ങൾ നിർദ്ദേശിക്കപ്പെടും. അതുകൊണ്ടും തീർന്നില്ല. തൊഴിൽ നിയമങ്ങൾ ഇനിയും നവീകരിക്കപ്പെടും. കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ ആവശ്യത്തെ മുൻനിർത്തി തൊഴിൽ നിയമങ്ങൾ നവീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രോവിഡൻറ്റ് ഫണ്ട് അടക്കമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇതിപ്പോൾ നിലനിൽക്കുന്ന നിയമമനുസരിച്ചാണെങ്കിൽ 20 തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് അത് നൽകണം. എന്നാൽ അത് 40 മാറ്റാൻ പോകുന്നു. എന്ന മാറ്റം നിർദ്ദേശിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പുതിയ മാറ്റങ്ങൾ തൊഴിൽ നിയമരംഗത്ത് വരും എന്നാണ് ജെയ്റ്റ്ലി പറയുന്നത്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ധനരംഗം ആഴത്തിലുള്ള കുഴികൾ നിറഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ ആഴത്തിലുള്ള കുഴികൾ നികത്തിയെടുക്കാൻ ധാരാളം സമയം വേണ്ടിവരും. നല്ല നാളെ വരാൻ പോകുന്നു എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ധനമന്ത്രി പറയുകയാണ്, നല്ല നാളെയൊന്നും അടിയന്തിരമായി വരാൻ പോകുന്നില്ല. ആ വാർത്ത യുതിക ഭാർഗവ ഇന്ന് ഹിന്ദുവിൻ്റെ ലീഡ് വാർത്തയാക്കി നമുക്ക് തന്നിരിക്കുന്നു. പാകിസ്ഥാനിൽ ജനജീവിതം ഒരു അവിയൽ പരുവത്തിലാണ് കിടക്കുന്നത് എന്ന് നമുക്കറിയാം. ഭരിക്കുന്ന പാർട്ടിക്കോ നേതാവായ നവാസ് ഷെരീഫിനോ അവിടെ വലിയ പിന്തുണയൊന്നും ഇപ്പോഴില്ല. നോൺ സ്റ്റേറ്റ് പീപ്പിൾ, സ്റ്റേറ്റ് പറഞ്ഞാൽ അനുസരിക്കാത്ത, ഭരണകൂടം പറഞ്ഞാൽ അനുസരിക്കാത്ത തീവ്രവാദികളുടെ ആധിക്യമുള്ള സ്ഥലമാണ് അവിടെ. ഭീകരവാദികളാണ് വിലസുന്നത്. പാക് താലിബാൻ്റെ ഒരു കഷ്ണം ജമായത്ത് ഉൽ അഹ്റാൻ എന്ന കഷ്ണം മോദിയെ വധിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ജന്മഭൂമി അത് സംഘപരിവാര പത്രം ലീഡാക്കുന്നതിൽ അത്ഭുതത്തിന് അവകാശമില്ല. മോദിയെ വധിക്കുമെന്ന് പാക് താലിബാൻ ചാവേറുകളെ അയച്ചു കഴിഞ്ഞു എന്ന് വെളിപ്പെടുത്തൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കുമെന്ന് പാക് താലിബാൻ ഭീഷണി. വാഗയിൽ നടത്തിയ സ്ഫോടനത്തിൻ്റെ തുടർച്ച ഉടൻ ഭാരതത്തിലുണ്ടാകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. പാക് താലിബാനിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ വിഭാഗമായ ജമായത്ത് ഉൽ അഹ്റാറാണ് മോദിയെ വധിക്കുമെന്നും പ്രതികാരം ചെയ്യുമെന്നും പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നും ജന്മഭൂമിയുടെ ഈ ലീഡ് വാർത്ത നമ്മോട് പറയുന്നു. അമേരിക്കൻ സെനറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ഒബാമയ്ക്ക് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. 2ാം തവണ പ്രസിഡൻ്റായിരിക്കുന്ന ഒബാമയുടെ പാർട്ടി 3ാമതൊരു പ്രസിഡന്റിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തവണ്ണം തറപറ്റി കഴിഞ്ഞിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്നാണ് സിറാജ് എന്ന പത്രം 1ാം പേജ് വാർത്തയിൽ പറയുന്നത്. കാണുക. ഒബാമയ്ക്ക് തിരിച്ചടി, സെനറ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി പിടിച്ചെടുത്തു. അമേരിക്കൻ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലേക്കും അംഗങ്ങളെ തിരഞ്ഞെടുക്കാനുള്ള ഇടക്കാല തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്കും ഡെമോക്രാറ്റിക് പാർട്ടിക്കും വൻ തിരിച്ചടി നേരിട്ടു. 2016 നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഡെമോക്രാറ്റുകൾ തോറ്റ് അമ്പും എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ചുംബന സമരം കഴിഞ്ഞു. ചുംബന സമരത്തെ അനുകൂലിച്ചാൽ സാമൂഹ്യമായ ഭ്രഷ്ട് കൽപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് പയ്യന്നൂരിൽ സംജാതമായിരിക്കുന്നത്. ചുംബന സമരത്തെ പിന്തുണച്ച ഒരു അധ്യാപിക നേരിടുന്ന വെല്ലുവിളികൾ കാണുക. ചുംബന സമരത്തെ അനുകൂലിച്ച അധ്യാപികയ്ക്കെതിരെ പോസ്റ്റർ വന്നിരിക്കുന്നു. കൊച്ചിയിൽ നടന്ന ചുംബന സമരത്തെ അനുകൂലിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ അധ്യാപികയ്ക്കെതിരെ സ്കൂളിലും പരിസരത്തും വ്യാപകമായി പോസ്റ്റർ പ്രചരണം. ചെറുതാഴം ഗവൺമെൻറ് ഹൈസ്കൂൾ അധ്യാപിക
എം സുൽഫത്തിനെതിരെയാണ് പോസ്റ്ററിൽ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ചുംബന സമരത്തിൽ പങ്കെടുക്കാനെത്തിയ സുൽഫത്തിനെ കരുതൽ തടങ്കൽ എന്ന നിലയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ പുതിയ സമരങ്ങളോടും പുതിയ രീതികളോടും പുതിയ ചിന്താസരണികളോടും കൂറു പുലർത്തുന്ന മുഴുവൻ കേരളീയ യുവത്വവും ഈ അധ്യാപികയ്ക്ക് പിന്നിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മുല്ലപ്പെരിയാർ കേരളം സുപ്രീം കോടതിയിലേക്ക് വീണ്ടും പോകേണ്ടി വരുന്നു. പൊതുവൃത്താന്തം പേജിൽ മാധ്യമം ആ വാർത്ത നമുക്ക് തരുന്നത് ഇങ്ങനെ: മുല്ലപ്പെരിയാർ സ്ഥിരം ക്രമീകരണത്തിന് കേരളം സുപ്രീം കോടതിയിലേക്ക്. വെള്ളിയാഴ്ച ഇടക്കാല അപേക്ഷ നൽകും. നടപടി ഭയന്ന് തമിഴ്നാട് ജലനിരപ്പ് ഒടുവിൽ കുറയ്ക്കാൻ നിർബന്ധിതമായിരിക്കുന്നു എന്നുകൂടി ഈ മാധ്യമം വാർത്ത നമ്മോട് പറയുന്നുണ്ട്. ഹസനുൽ ബന്ന ദില്ലിയിൽ നിന്ന് ആ വാർത്ത തരുന്നത് ഇങ്ങനെ: മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്താൻ സ്ഥിരം ക്രമീകരണം വേണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ വെള്ളിയാഴ്ച ഹർജി സമർപ്പിക്കുമെന്ന് കേരളത്തിന് നിയമോപദേശം. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം ദില്ലിയിൽ നടന്ന കൂടിയാലോചനയിൽ പ്രമുഖ സുപ്രീം കോടതി അഭിഭാഷകൻ മോഹൻ കത്താർക്കിയാണ് MK പരമേശ്വരൻ നായരുടെ നേതൃത്വത്തിലുള്ള മുല്ലപ്പെരിയാർ പ്രത്യേക സെല്ലിന് നിയമോപദേശം നൽകിയത്. അതേസമയം കേരളം സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് എന്ന് കണ്ടതോടെ നിലപാട് മാറ്റിയ തമിഴ്നാട് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് താഴ്ത്തി തുടങ്ങിയിരിക്കുന്നു എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു. ഇപ്പോൾ അരുൺ ജെയ്റ്റ്ലി ധനമന്ത്രിയും ഒപ്പം പ്രതിരോധ മന്ത്രിയുമാണ്. വളരെ പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ താങ്ങാൻ കഴിയാത്തവണ്ണം രോഗാതുരനാണ് ജെയ്റ്റ്ലി എന്ന വാർത്തയും വന്നിട്ടുണ്ട്. അത് എപ്രകാരമാണ് മാറ്റുക? പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് സ്മാൾ മിനിസ്ട്രി ഗുഡ് ഗവേണൻസ്, ബിഗ് ഗവേണൻസ്, ചെറിയ മന്ത്രിസഭ വലിയ ഭരണക്രമം, ഇതായിരുന്നു അദ്ദേഹം വിഭാവനം ചെയ്തിരുന്നത്. എന്നാൽ ആ നിലപാട് മാറ്റുന്നു എന്ന് മാത്രമല്ല, മന്ത്രിസഭ വികസിപ്പിക്കാൻ പോകുന്നു. ആ വാർത്ത ഇന്ന് മലയാള മനോരമ 1-ാം പേജിൽ തന്നിരിക്കുന്നു. കേന്ദ്രമന്ത്രിസഭാ വികസനം അടുത്തയാഴ്ച. പരീക്കർക്ക് പ്രതിരോധം എന്ന അഭ്യൂഹം. സുബ്രഹ്മണ്യൻ സ്വാമി, അരുൺ ഷൂറി എന്നിവരെയും സ്ഥാനം നേടാൻ ശ്രമിക്കുന്നുണ്ട് എന്നും ഈ വാർത്ത പറയുന്നു. സ്വന്തം ലേഖനം റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ: കേന്ദ്രമന്ത്രിസഭാ വികസനം അടുത്ത ആഴ്ച നടന്നേക്കും. പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനം 24-ന് ആരംഭിക്കുന്നതിന് മുൻപ് മന്ത്രിസഭ വികസിപ്പിക്കുമെന്ന് BJP വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഇന്നലെ ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും BJP അധ്യക്ഷൻ അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തിയതോടെ മന്ത്രിസഭാ വികസന അഭ്യൂഹങ്ങൾ ശക്തമായി. പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് പരീക്കറെ പരിഗണിക്കും എന്നാണ് സൂചന. എന്നാൽ ഇതിന് ഇപ്പോഴും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. ജന്മം കൊണ്ട് ക്രിസ്ത്യാനിയായ പരീക്കർക്ക് സ്ഥാനം നൽകുന്നതോടെ ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രാതിനിധ്യം നൽകാം എന്നുകൂടി പ്രധാനമന്ത്രി കരുതുന്നുണ്ടാകാം. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ദില്ലി ഇനി തെരഞ്ഞെടുപ്പിലെ ചൂടിലേക്ക് നീങ്ങുകയാണ്. കഴിഞ്ഞ തവണ ഷീലാ ദീക്ഷിത്തിനെ മുട്ടുകുത്തിച്ച് അരവിന്ദ് കെജ്രിവാൾ അവിടെ മുഖ്യമന്ത്രിയായി എന്ന് നമുക്കറിയാം. അത് 2013-ന്റെ കഥയാണ്. പിന്നെ അദ്ദേഹം രാജിവെക്കേണ്ടി വന്നു. ആ രാജി തീരുമാനം തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം ഇപ്പോൾ വിലപിക്കുന്നുമുണ്ട്. നമുക്ക് 2013-നെയും 2014-നെയും നേരിടുന്ന ഈ കാർട്ടൂൺ കാണാം. കാർട്ടൂൺ കാണുക. 2013-ലെ തെരഞ്ഞെടുപ്പിൻ്റെ നീന്തൽക്കുളത്തിലേക്ക് എടുത്തു ചാടി കേജ്രിവാളിനെ പിന്തുണയ്ക്കുകയാണ് നീന്തൽക്കുളത്തിലെ തിരമാല കയ്യുകൾ. എന്നാൽ 2014-ൽ നീന്തൽക്കുളം വറ്റിയിരിക്കുന്നു. കാണുക. ചാടിയാൽ എന്താകും അരവിന്ദ് കെജ്രിവാളിന് എന്ന് സംശയിക്കുന്ന സുരേന്ദർ കാർട്ടൂൺ ഹിന്ദുവിൽ നമുക്കിന്ന് കാണാം. ഇനി ഇന്നത്തെ ചിത്രം. മണൽ ഖനനം കേരളത്തിൽ വലിയൊരു പാരിസ്ഥിതിക പ്രശ്നമാണ്. മണലൂറ്റിയില്ലെങ്കിൽ നിർമ്മാണ മേഖല തകിടം മറിയും. ഇനി മണലൂറ്റിയാൽ ജലസ്രോതസ്സുകൾ തകിടം മറിയും. ഇങ്ങനൊരവസ്ഥയിലാണ് കേരളം. നമുക്ക് ഈ ചിത്രം ഒന്ന് കാണാം. ഇത് കണ്ണൂരിലെ പറശ്ശിനിക്കടവാണ്. എവിടെ ചിത്രം? ഇത് കണ്ണൂരിലെ പറശ്ശിനിക്കടവാണ്. ജില്ലാ ഭരണകൂടം നിർമ്മാണ മേഖലയ്ക്ക് വേണ്ടി നിരോധനം മയപ്പെടുത്തിയപ്പോൾ നടക്കുന്ന മണലൂറ്റ് സനീഷ് പകർത്തി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അതിൻ്റെ 1-ാം പുറത്ത് വന്നിരിക്കുന്ന വൈകി വന്ന ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.